ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 1:9 മുതലാണ് ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. യേശുവിൻ്റെ ജ്ഞാനസ്നാനം. അന്നൊരിക്കൽ യേശു ഗലീലിയിലെ നസ്രത്തിൽ വന്നു. ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന കാര്യങ്ങൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ഈശോ ഗലീലി നസ്രത്ത് ഇസ്രായേൽ പലസ്തീൻ പോയപ്പോൾ ഗലീലി ശാന്തമായിട്ട് ഒഴുകുന്ന ഗലീലി തടാകം, അതിൻ്റെ തീരത്ത് നമ്മൾ എത്രമാത്രം ധ്യാനിച്ചിരുന്നാലും നമ്മുടെ ഈശോ കടന്നുപോയ, അതിൽ കൂടെ ഒരുപാട് തവണ നടന്നുപോയ ആ സ്ഥലം നമ്മുടെ ഓർമ്മയിൽ വരികയാണ്. നസ്രത്തിലേക്ക് വന്ന ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഇന്നത്തെ ജ്ഞാനസ്നാനങ്ങൾ, വിവാഹങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് അരോചകത്താണ് തോന്നുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളും അത് തുടർന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇവിടെ ഈശോയുടെ മാമോദീസ സ്വീകരണത്തിൽ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് തന്നെ ആകാശം പിളർന്നു. ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് ഈശോ കണ്ടു. ഒപ്പം തന്നെ ഇടിമുഴക്കം പോലൊരു സ്വരമുണ്ടാവുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എത്ര സംഭവങ്ങളാണ് അവിടെ ജ്ഞാനസ്നാനം നടക്കുന്നത്. ഇനി പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഉടനടി ആത്മാവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഭാഗമാണ് പിന്നെ നമ്മൾ വായിക്കുന്നത്. മരുഭൂമിയിലെ പരീക്ഷ. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ വസിച്ചു. 40 ദിവസം സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് വന്നു പറയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, സ്വർഗം നമുക്ക് വേണ്ടി മനോഹരമായ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ശത്രു നമ്മളെ തകർക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി 1000 തവണ നമ്മളെ സന്ദർശിക്കും, ഒരു ആത്മാവിനെ ലഭിക്കാൻ വേണ്ടി. ഇവിടെ മാലാഖമാർ വന്ന് ശുശ്രൂഷിച്ചു, ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. അപ്പോൾ നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ കണ്ടു, നിനക്ക് മുൻപേ ഞാനൊരു ദൂതനെ അയക്കുന്നു. ദൂതൻ്റെ പ്രവർത്തികളാണ് ഇവിടെ പറയുന്നത്. സിസ്റ്റർ ആദ്യത്തെ വീഡിയോ, 1ാം വീഡിയോയിൽ സിസ്റ്റർ പറഞ്ഞിരുന്നു. അത് ദൂതൻ മുൻപേ പോകുന്നു, വഴിയൊരുക്കുന്നു, പാതകളെല്ലാം നേരെയാക്കുന്നു. അതുപോലെ ഇവിടെ പറയുകയാണ് ശുശ്രൂഷിക്കുന്നു. അപ്പം നമ്മളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട്, വിളിച്ചാൽ വെളിപ്പുറത്ത്. ഇതിനുശേഷം ദൗത്യം ആരംഭിക്കുകയാണ്. യേശു ദൗത്യം ആരംഭിക്കുന്നു. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇത് തന്നെയാണ് യോഹന്നാൻ 2ാം പാരഗ്രാഫിൽ പറയുന്നത്. മർക്കോസ്, യോഹന്നാൻ്റെ ദൗത്യം. അവൻ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. പാപമോചനത്തിനായുള്ള അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ നമ്മൾ എന്താണ് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നത്? നമ്മളെ സഹായിക്കാനായിട്ട് ദൂതന്മാർ, പരിശുദ്ധാത്മാവ് കൊണ്ട് മാമോദീസ. പ്രിയപ്പെട്ടവരെ, ഓരോ പാരഗ്രാഫും വായിച്ച് ഇതിലൂടെ യേശു നമ്മോട് യേശുവിനെ നമ്മളിതിൽ കാണണം. ഓരോ വരിയിലും യേശുവിൻ്റെ മുഖം കാണുന്നു. വചനം വായിക്കുമ്പോൾ യേശുവിൻ്റെ മുഖം കാണുന്നു. യേശു എന്നോട് വ്യക്തിപരമായിട്ട് എന്ത് സംസാരിക്കുന്നു, അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്രയും സമയം നമ്മൾ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും മനനം ചെയ്യുകയും സ്വാംശീകരിക്കുകയും ഇത് ചെയ്യാൻ നമ്മുടെ ഹൃദയങ്ങളും മനസ്സും കണ്ണും കാതും തുറന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. കാരണം വിശുദ്ധ ലിഖിതം ദൈവനിവേശിതമാണ്. വിശുദ്ധ ലിഖിതം
ദൈവനിവേശിതമാണ്. അത് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. വചനം ദൈവമാണ്, ദൈവം വചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കണം. എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടാവണം. വചന അഗ്നി, വചന പെരുമഴ, വചനം കൊണ്ട് നിറയട്ടെ. വചനമാണ് നമ്മുടെ ജീവിതത്തിലെ ഭക്ഷണം. വചനം നമുക്ക് ഭക്ഷണമായി തീരാം. വിശുദ്ധരെ പോലെ വചനം നമുക്ക് ഭക്ഷണവും പാനീയവുമായി തീരട്ടെ. ആമേൻ.